ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ നെക്സസ് മാൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാംഗ്ലൂർ വന്നതിൽ നമ്മൾ പല കാഴ്ചകളും കണ്ടു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വൈറ്റ് ഫീൽഡിലെ ഈ നെക്സസ് മാൾ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അല്ലെന്ന് കരുതി ഇന്ന് നമ്മൾ നെക്സസ് മാളിലേക്ക് വന്നതാണ്. അപ്പോൾ ഇനി കാര്യം നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ദീപാവലി കഴിഞ്ഞതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ നല്ല സെക്യൂർഡായിട്ട് അവർ ഫുള്ളും ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ ബാംഗ്ലൂർ മാളുകൾ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാളാണിത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഭംഗിയുള്ള. ശരിക്കും ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ല വെളിച്ചമുള്ള നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു മാളായിട്ട്. പിന്നെ ഈ ആനയുടെ ഈ ഡിസൈനിലുള്ള ഈ ഒരു സെറ്റപ്പൊക്കെ അവർ ദീപാവലിക്ക് ചെയ്തതാണ്. അത് ഓരോ ഫെസ്റ്റിവൽ അപ്ഡേഷനിൽ അവരിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇവർ താഴെയായിട്ട് ഇങ്ങനെ മണ്ണിൽ ചെറിയ ചെടികളൊക്കെ വെച്ച് നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ല പീസ്ഫുൾ ആയിരിക്കുന്നു. ഇവിടെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ വെറൈറ്റി ആയിട്ട് സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അണ്ടർഗ്രൗണ്ടിലായിട്ട് ഒരു ലൈബ്രറി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതൊരു വെറൊരു ലൈബ്രറി മാത്രമല്ല, ഇതൊരു ഷോപ്പാണ്. ലൈബ്രറി ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ബുക്സ് വായിച്ചിരിക്കാനുള്ള സീറ്റും അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് വന്നിട്ട് ബുക്സ് വാങ്ങിക്കാം. അതുപോലെ ടോയ്സൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ വീഡിയോ ക്യാമറ എടുക്കാനൊന്നും അവർ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരു സൈഡായിട്ട് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ ഒരു മലയാളിയെ പോലും കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിനിടയ്ക്ക് പെട്ടെന്നൊരു മലയാളിയെ നമ്മൾ പരിചയപ്പെട്ട ഒരു ചേട്ടനെ നമ്മൾ അവിടെ നിന്ന് കണ്ടു. കോഴിക്കോടുള്ളതായിരുന്നു. അവർ ഈ പെർഫ്യൂമിൻ്റെ ഷോപ്പാണ്. നമുക്കൊരു ടെസ്റ്ററൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പെർഫ്യൂം നല്ല അടിപൊളി സ്മെല്ലുള്ള പെർഫ്യൂംസൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സസിൽ വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ലൈബ്രറിയുടെ ബാക്കിലായിട്ട് ഈ ട്രെയിനിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഷോപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല പെർഫ്യൂംസ് വേണ്ടവരൊക്കെ വാങ്ങിക്കാം. പിന്നെ ഈ ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ നെക്സസിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു കാണിക്കാനുള്ള ഒരു ട്രെയിനാണ്. അപ്പോൾ നമുക്കിനി കൂടുതലായിട്ടൊന്നും പറയാനില്ല, നമുക്കിനി മേലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ മേലെ പോയപ്പോഴാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ വേറൊരു മലയാളിയും കൂടി നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു കേട്ടോ. മാളിനകത്ത് ഇങ്ങനെ ആളുകൾക്ക് വരച്ചു കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഈ ആർട്ടിസ്റ്റ് നമ്മുടെ മലപ്പുറംകാരനും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കയറിയിട്ട് ഫോളോ ചെയ്യുക. അവർ ഇൻസ്റ്റാഗ്രാം പേജ് നമുക്കൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്ര ആത്മാർത്ഥമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ആർട്ടിസ്റ്റിൻ്റെ കഷ്ടപ്പാടും കഴിവും ഒക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ആളുടെ പിക്ചേഴ്സാണ് കേട്ടോ. പിന്നെ എൻ്റെ ആർട്ട് പേജായിട്ടുള്ള ആർട്ടിസ്റ്റ് റിനോദസ്ലി എന്ന ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കിനി നേരെ മുകളിലേക്ക് പോകാം. നമ്മൾ നെക്സസ് മാളിൽ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് കോർട്ട് കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് ലഘുവായിട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പാനിപൂരി, അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ഐറ്റംസ്, ഐസ്ക്രീംസ്, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിസ്റ്ററുടെ മക്കൾക്ക് ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചോക്കോപ്പി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവരതും കഴിച്ചു. പിന്നെ ഇവിടെ പല വെറൈറ്റീസും ഉണ്ട്, നമ്മളതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേ റൂം ഉണ്ട് കേട്ടോ. പ്ലേ റൂം എന്ന് പറഞ്ഞത് ഫ്രീ ആയിട്ടൊന്നുമല്ല, നമ്മൾ പെയ്ഡ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാം. അപ്പോൾ ഈ മേലിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ വന്നപ്പോൾ എൻ്റെ പൊന്നെ, നമുക്ക് എന്താ പറയുക, ഒന്നും പറയാനില്ല. കാരണം നമ്മളെ കൊതിപ്പിക്കുന്ന രീതിക്കുള്ള ഫുഡുകൾ ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ചേക്കുമല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം. ശരിക്കും എന്താ പറയുക, വായിൽ കപ്പലോട് രുചിയൂറും ഭക്ഷണങ്ങൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ വേറൊരു ഐറ്റമാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ലഘുവായിട്ട് കഴിക്കാൻ വന്നവരാണ്. അപ്പോൾ ലഘുവായിട്ട് തന്നെ ചെറുതായിട്ട് 1-2 സാധനങ്ങൾ വാങ്ങിച്ചു കഴിച്ചു. ശരിക്കും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പാനിപ്പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5 ഐറ്റം പാനിപ്പൂരി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല, ഞങ്ങൾ നേരെ സ്കൂട്ടായിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഞാൻ വന്ന സമയം ഈ ലൈബ്രറിയിലൊന്നും കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ലൈബ്രറിയിലൊന്ന് കയറാമെന്ന് കരുതി. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. ബുക്സൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് റീഡ് ചെയ്തിട്ട് അങ്ങ് പോന്നു. അപ്പോൾ
അപ്പോൾ ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ മേ ബി ഇത് നമ്മുടെ ബാംഗ്ലൂർ വ്ളോഗിലെ ലാസ്റ്റ് വ്ളോഗായിരിക്കും. അപ്പോൾ ഇന്ന് നൈറ്റിൽ നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അതിൻ്റെ വ്ളോഗായിരിക്കും നെക്സ്റ്റ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.